നമുക്ക് ഈ മാർക്കറ്റിൽ ചില കലാകാരന്മാരും കൂടി ഉണ്ട് ഇവിടെ മീൻ വിൽപ്പനയ്ക്ക്. ചേട്ടാ, എങ്ങനെയുണ്ട് ക്രിസ്മസ്? ഹാപ്പി ക്രിസ്മസ്. എന്ത് ക്രിസ്മസ് ആണെന്നേ, നമ്മളൊക്കെ ഇപ്പോൾ ഷൂട്ടൊക്കെ മാറ്റി വെച്ച് ഇപ്പോൾ എല്ലാ വർഷവും ക്രിസ്മസ് ഉണ്ടെങ്കിൽ എല്ലാം മാറ്റി വെച്ച് ഇവിടെ മാർക്കറ്റിലുണ്ടാവും. ഞങ്ങൾ നല്ല അടിപൊളിയായിട്ട് പോകുന്നു. ക്രിസ്മസ് ഒക്കെ സൂപ്പറായിട്ട് മാർക്കറ്റിൽ അതിനുള്ള തിരക്കുണ്ട്, കാര്യങ്ങളുണ്ട്. എങ്ങനെയുണ്ട് ആൾത്തിരക്കും കച്ചവടമൊക്കെ ഉണ്ടോ? വിലയൊക്കെ അതിന് കറക്റ്റ് കാര്യം നമ്മുടെ മുതലാളി ബേബേട്ടൻ പറയും. ചേട്ടാ, എങ്ങനെയുണ്ട് കച്ചവടമൊക്കെ? കച്ചവടം 2 ദിവസമായിട്ടുള്ള അങ്ങനെയല്ലോ, അല്ലാണ്ട് വേറെ അങ്ങനെ പ്രത്യേകിച്ചെന്ന് പറഞ്ഞാൽ ഒരു കുറേ നാളത്തിന് ശേഷം ഇപ്പം ഇങ്ങനെ അണക്കം, അല്ലാണ്ട് വേറെ ഇത് കുറവാ. എന്നാലും പിന്നെ എത്ര മണി വരെ ഉണ്ടാവും ഈ കച്ചവടം? ഈ കച്ചവടം എങ്ങനെയായാലും ഒരു വൈകിട്ട് ഒരു 7 മണി വരെ നിൽക്കും. രാവിലത്തെ തിരക്ക് ഇനിയിപ്പോൾ ഉച്ചയ്ക്ക് ശേഷമായിരിക്കും തിരക്ക്? ഈ ശേഷം ഉണ്ടാവും, കുറച്ചും കൂടി കഴിഞ്ഞാൽ ഉണ്ടാവും. ഇപ്പോൾ ഓരോ സമയത്ത് 12 കാല ഒരു 12 മണി 12:30 വരെ ഇങ്ങനെ സ്വല്പം കഴിയും. അത് കഴിഞ്ഞാൽ വെയിൽ ഒന്ന് ഒതുങ്ങി കഴിഞ്ഞാൽ പിന്നെ വീണ്ടും കയറും. ഈ തവണ എങ്ങനെ ആളുകൾക്ക് ഇഷ്ടപ്പെട്ട മീനെ എങ്ങനെ ഈ തവണ കച്ചവടം? മീനുകളൊക്കെ ഉണ്ട്, തിരുവാല കുറവുണ്ട് കൂടുതലുണ്ട് പല ദിവസം. ഇത് മീനോടെ കൂടുതൽ താല്പര്യം ആളുകൾക്ക് ഈ തവണ? അത് നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാൽ പല രീതിയിലുണ്ട്. അറയ്ക്ക, ചൂര, അത് ചൂണന്നൊക്കെ പറയില്ലേ, അത് ചൂര, അങ്ങനെ പിന്നെ വറ്റ, പലമീൻ, ബ്രാല്, ഏട്ട, അങ്ങനെ പല ഇതുകളുണ്ട് വരുന്നുണ്ട്. പിന്നെ അതൊക്കെ സെയിലൊക്കെ കൂടുതൽ കൊടുക്കണമെന്ന് നമ്മുടെ സ്റ്റാളുകളിലാണ് കൂടുതൽ. നമ്മുടെ കോമഡി ഷോയിലേക്കുള്ള ചേട്ടല്ലേ ചോദിച്ചെന്നാ നമ്മുടെ ഒഴുക്കുകൾ കഴിയും, പിന്നെ കല്ലിയലത്തിലാണ്. പിന്നെ ഇതിപ്പോ നേരെ പണിയാണുള്ളത് അറയ്ക്ക. ഹാഷിമി നമ്മുടെ നീലഷണ്ട ചേട്ടാ, നമ്മുടെ കോമഡി ഷോയിലേക്കുള്ള ചേട്ടനാ. പറയൂ ഹാഷിമി. അതെ അദ്ദേഹം അതാണ് പറഞ്ഞത്, ഈ ക്രിസ്മസിന്റെ സമയത്ത് ഷോയൊക്കെ മാറ്റി വെച്ച് ഇങ്ങ് ഇറങ്ങൂന്ന്. അതെ, തീർച്ചയായിട്ടും എല്ലാം മാറ്റി വെച്ച് നമ്മൾ ക്രിസ്മസിന് മാർക്കറ്റിലുണ്ടാവും. എല്ലാ ഷൂട്ടൊക്കെ ഒന്ന് മാറ്റി വെച്ച് ഈ സമയം എന്തായാലും ഇവിടെ എത്തും. അതെല്ലാ വർഷവും ഉള്ളത്. പിന്നെ നമ്മൾ കാത്തിരിക്കുന്നൊരു ദിവസമല്ലേ ക്രിസ്മസ്. മാർക്കറ്റിൽ അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ, അപ്പോൾ ഇവിടെ എന്തായാലും എത്തും. ഇതൊരു പണി മാത്രമല്ല, ഇതൊരു വികാരം കൂടിയാണ്. പിന്നെ വികാരം മാത്രമല്ല, ഇതും ഒരു കലല്ലേ. എത്ര തരം കട്ടിങ്, ഇതും പഠിക്കണ്ടേ. എല്ലാവരും ഹാപ്പി. പിന്നെ ഇവിടുന്ന് ഏറ്റവും കൂടുതൽ കോമഡി കിട്ടണേ നമുക്ക്. എല്ലാം കലാകാരന്മാരല്ലേ. പുലർച്ചെ ഒരു 4-5 കാണാൻ ഭയങ്കര ഭംഗിയാണ്. നാളെ ക്രിസ്മസ് ആയിട്ട് അവധിയായിരിക്കും. നാളെ ഹോൾസെയിൽ മുടക്ക് റീറ്റെയിൽ ഉണ്ടാവും. റീറ്റെയിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. എന്തായാലും ഹാഷിമി, തൃശ്ശൂര് വലിയ ആഘോഷത്തിലേക്ക് കടക്കുകയാണ്.